എല്ലാവർക്കും നമസ്കാരം. അമ്മ മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വിപരീത പദങ്ങളാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. 2003 മുതൽ 2023 വരെ ആവർത്തിച്ചു വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം ഇതാണ്: സംഘടനം എന്ന വാക്കിന്റെ വിപരീതം എന്ത് എന്നതാണ് ചോദ്യം. സംഘടനം എന്നാൽ കൂടിച്ചേരുക എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ വിട്ടുപോവുക, അകന്നു പോകുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പദം ഏതാണ്? വിഘടനമാണ് അല്ലെ. സംഘടനം എന്ന വാക്കിന്റെ വിപരീതമായിട്ട് വിഘടനം പഠിച്ചു വെക്കുക. അടുത്തത് നോക്കാം. ഭൗതികം എന്നതിന്റെ വിപരീതം ചോദിച്ചിരിക്കുന്നു. ആത്മീയം, അഭൗതികം, അഭൗതികം, സ്വർഗീയം. ഏതാണ് ഭൗതികം എന്നതിന്റെ വിപരീതം? അത് ആത്മീയമാണ്. ആത്മീയം എന്നതിന്റെ വിപരീതമാണ് ഭൗതികം എന്ന പദം. അടുത്ത് നോക്കൂ, വികാസം എന്നതിന്റെ വിപരീതമാണ് അവികാസം, വികാസരഹിതം, ചുരുങ്ങൽ, സങ്കോചം. ഏതാണ് വികാസം? വികസിക്കുക എന്നതിൻ്റെത് ചുരുങ്ങുക, അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് സങ്കോചിക്കുക എന്നാണ്. അപ്പോ സങ്കോചം എന്ന പദമാണ് അതിന്റെ വിപരീതം. അടുത്തത് നോക്കാം. ഊഷരം എന്നതിന്റെ വിപരീതം എന്താണ്? ഉറവ, ആർദ്രം, ഉർവരം ഇവയൊന്നുമല്ല. ഊഷരം എന്ന് പറഞ്ഞാൽ എന്താണ്? വരണ്ടുണങ്ങിയതാണ് അല്ലെ. നമ്മൾ പറയുമല്ലോ, വേനലില് പാടങ്ങളൊക്കെ ഇങ്ങനെ ഊഷരമായി വിണ്ടുകീറി എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ വരണ്ടുണങ്ങുക എന്നാണ് ഊഷരം എന്ന പദത്തിന്റെ അർത്ഥം. അതിന്റെ വിപരീതം ഉർവരമാണ് കേട്ടോ. ഉർവരം എന്ന പദമാണ് ഊഷരം എന്നതിന്റെ വിപരീതം. അടുത്തത് ജാഗരണമാണ്. ഉണർന്നിരിക്കുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ ജാഗരണം എന്ന് പറയുക. ജാഗ്രത അവസ്ഥ എന്നൊക്കെ നമ്മൾ പറയും. ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ്. ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് ജാഗരണം അഥവാ ജാഗ്രത അവസ്ഥ. നോക്കൂ, ജാഗ്രത അവസ്ഥ എന്ന് ഇങ്ങനെയാണ് എഴുതുക. ദീർഘട്ട് എഴുതേണ്ട കാര്യമില്ല. ജാഗ്രത അവസ്ഥ എന്നേ എഴുതേണ്ടു. അത് പ്രത്യേകം ഓർത്തു വെക്കുക. പദശുദ്ധി വിഭാഗത്തിൽ ചോദിക്കാറുണ്ട്. അപ്പൊ നോക്കൂ, ജാഗരണത്തിന്റെ വിപരീതമാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. പ്രമാണം, സുഷുപ്തി, അചേതനം, അപകൃഷ്ടം. ഏതാണ്? ജാഗരണം എന്നാൽ ഉണർന്നിരിക്കലാണ്. അപ്പൊ ഉറങ്ങിക്കെടുക്കുക എന്നുള്ള അർത്ഥത്തില് സുഷുപ്തി എന്ന പദമാണ് നമ്മൾ അതിന്റെ വിപരീതമായിട്ട് പഠിച്ചു വെക്കേണ്ടത്. അടുത്ത ചോദ്യം നോക്കാം. അചഞ്ചലം. അചഞ്ചലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇളകാത്തതാണ് അല്ലെ. ഇളകാത്തത് എന്നുള്ള അർത്ഥത്തിലാണ് അചഞ്ചലം എന്ന പദം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന് പകരം ഇളകുന്നത് എന്ന അർത്ഥം വരുന്നത് ഏതാന്ന് നോക്കാം. നിർജീവം, ചഞ്ചലം, ചപലം, ചഞ്ചം. ഏതാണ് കറക്റ്റ് ആൻസർ വരിക? അചഞ്ചലം എന്നതിന്റെ വിപരീതം ഇളകുന്നത് എന്ന അർത്ഥത്തിൽ ചഞ്ചലം എന്ന പദമാണ്. അടുത്തത് ആധിക്യമാണ്. ആധിക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാടുള്ള അവസ്ഥയ്ക്കാണ് നമ്മൾ ആധിക്യം എന്ന് പറയുക. അപ്പൊ അതിന്റെ വിപരീതമായി വൈരല്യം, വിരളം, അനാധിക്യം, ദാരിദ്ര്യം. ഇതിലേതാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആധിക്യം എന്നതിന് വൈരല്യം എന്ന പദമാണ് നമ്മൾ ഉപയോഗിക്കുക. വിരളമല്ല, വൈരല്യം എന്ന് തന്നെ ഉപയോഗിക്കണം. ആധിക്യം എന്ന് പറഞ്ഞാൽ ധാരാളമുള്ള അവസ്ഥയാണ് അല്ലെ. ധാരാളമുള്ളത്. അപ്പൊ വൈരല്യം എന്ന് പറഞ്ഞാലോ വളരെ കുറവ് അല്ലെ. വളരെ കുറവ് എന്നുള്ള അർത്ഥത്തിലാണ് വൈരല്യം എന്ന പദം ഉപയോഗിക്കുന്നത്. അടുത്തത് ധനമാണ്. ധനം എന്നതിന്റെ വിപരീതം ചോദിച്ചിരിക്കുന്നു. ദാരിദ്ര്യം, അധനം, സ്വാപതേയ, ഋണം. ഇതിലേതാണ് ധനം എന്നതിന്റെ വിപരീതമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ധനത്തിന്റെ വിപരീതം ഋണമാണ്. ഋണം എന്ന വാക്കിന്റെ അർത്ഥം കടം എന്നാണ്. സ്വാപതേയ എന്ന വാക്കിന്റെ അർത്ഥം ധനം എന്ന് തന്നെയാണ്. ഓർത്തു വെക്കുക, അത് SERT വാക്കാണ്. സ്വാപതേയ ചിലപ്പോ ചോദിച്ചേക്കാം. അത് ധനം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ധനത്തിന്റെ വിപരീതമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഋണം എന്ന വാക്കാണ്. അതിന്റെ അർത്ഥം കടം. അടുത്തത് നോക്കൂ, കൃപണൻ എന്നതിന്റെ വിപരീതം ചോദിച്ചിരിക്കുന്നു. പണ്ഡിതൻ, ഉദാരൻ, ജ്യേഷ്ഠൻ, ഗൃഹസ്ഥൻ. ആദ്യം നമുക്ക് കൃപണന്റെ അർത്ഥം നോക്കാം. കൃപണൻ എന്നാൽ പിശുക്കനാണ്. കൃപണൻ എന്ന പദത്തിന്റെ അർത്ഥം പിശുക്കൻ എന്നാണ്.
അപ്പൊ അതിന്റെ വിപരീതം എന്തായിരിക്കും? അയാൾ ഭയങ്കര ഉദാര മനസ്കനാണെന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും എല്ലാം വാരിക്കോരി കൊടുക്കുന്നവനാണ്, ദാനശീലനാണ്. അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ പറയുന്നത് ഉദാരൻ എന്നാണ്, അല്ലെ? ഉദാരൻ എന്ന വാക്കിനർത്ഥം ദാനശീലൻ എന്നും കൃപണൻ എന്ന വാക്കിനർത്ഥം പിശുക്കൻ എന്നുമാണ്. വിപരീതം പഠിക്കുന്നതിന്റെ ഒപ്പം എല്ലാത്തിന്റെയും മീനിങ്ങും കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. അടുത്ത നോക്കൂ, സഫലം വിപരീതം എന്താണ്? അസഫലം, സുഫലം, വിഫലം, അഫലം. നമുക്ക് നോക്കാം. എന്റെ ആഗ്രഹം സഫലമായി എന്ന് പറഞ്ഞാൽ ആ ആഗ്രഹം സാധിച്ചു, ഞാൻ നേടിയെടുത്തു എന്നാണ്. അപ്പൊ നേടിയെടുത്തില്ല അല്ലെങ്കിൽ ആഗ്രഹം നടന്നില്ല എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഏത് ഉപയോഗിക്കും? വിഫലം എന്ന പദം ഉപയോഗിക്കും, അല്ലെ? സഫലം എന്നതിന്റെ വിപരീതമാണ് വിഫലം എന്ന പദം, ഓർത്തിരിക്കുക. അടുത്തത് നോക്കൂ, ഐഹികം. ഐഹികം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഇഹലോകത്തെ സംബന്ധിച്ചതാണ്. ഇഹലോകത്തെ സംബന്ധിച്ചത് എന്നതിന്റെ ഒറ്റപ്പദമാണ് ഐഹികം എന്നത്. അപ്പൊ ഒന്ന് ഇഹലോകത്തെ സംബന്ധിച്ചതിനെ കുറിച്ചാണ് പറയുന്നേ. അപ്പൊ അതിന്റെ വിപരീതം എന്തായിരിക്കും? പരലോകത്തെ സംബന്ധിച്ചതാണ്, അല്ലെ? അപ്പൊ അങ്ങനെ വരുന്ന വാക്ക് നമുക്ക് നോക്കാം. അനൈഹികം, അനാഹികം, പരൈഹികം, പാരത്രികം. അപ്പൊ ഏതായിരിക്കും? പരലോകത്തെ സംബന്ധിച്ചത് എന്നതിന്റെ ഒറ്റപ്പദം പാരത്രികമാണ്. പാരത്രികം എന്താണ്? പരലോകത്തെ സംബന്ധിച്ചതാണ്, പരലോകത്തെ സംബന്ധിച്ചത്. അപ്പൊ ഐഹികം എന്ന വാക്കിന്റെ വിപരീതം പാരത്രികം. അടുത്ത നോക്കൂ, സോപാധികം എന്നതിന്റെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്. നിരുപാധികം, നിരൂപാധികം, നിരപരാധികം, നിരൂപനാധികം. ഏതാ കറക്റ്റ് എന്നാ ചോദിച്ചിരിക്കുന്നത്? സോപാധികം അതായത് ഉടമ്പടിയോടുകൂടി അല്ലെങ്കിൽ ഇന്ന കണ്ടീഷനുകളോടുകൂടി വിട്ടയച്ചു പ്രതിയെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ സോപാധികം എന്നതിന്റെ വിപരീതം നിരുപാധികമാണ് കേട്ടോ. സോപാധികം എന്ന വാക്കിന്റെ വിപരീതമായി ഓർത്തിരിക്കേണ്ടത് നിരുപാധികം എന്ന പദമാണ്. അടുത്ത് നോക്കൂ, ഉന്മീലനം എന്ന വാക്കാണ്. അതിന്റെ വിപരീതം മിലനം, അലീനം, നിമീലനം, ലീനം. ഏതാ കറക്റ്റ്? ഉന്മീലനം എന്ന പദത്തിന്റെ വിപരീതം നിമീലനമാണ്. ഗജനിമീലനം എന്ന് പറഞ്ഞിട്ട് നമുക്ക് മലയാളത്തിൽ ഒരു ശൈലി ഉണ്ട്. അത് കണ്ടാലും കണ്ടില്ല എന്ന നാട്യത്തിനെയാണ് നമ്മൾ ഗജനിമീലനം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ നമ്മൾ പഠിച്ചത് ഉന്മീലനം എന്ന പദത്തിന്റെ വിപരീതം നിമീലനം. ഇനി അടുത്ത വാക്ക് നോക്കാം. രസം എന്നതിന്റെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്. വിരസം, നീരസം, അതിരസം, സരസം. 4 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, പറഞ്ഞോളൂ. രസം അതായത് ഞങ്ങൾ തമ്മിൽ നല്ല രസത്തിലാണെന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല സ്നേഹത്തിലാണ്, ലോഹ്യത്തിലാണ് എന്നാണ് അർത്ഥം. അപ്പൊ ഞങ്ങൾ തമ്മിൽ അത്ര രസത്തിലല്ല എന്ന് നമ്മൾ എങ്ങനെയാ പറയാ? നീരസമാണ്, അല്ലെ? ഞങ്ങൾ തമ്മിൽ നീരസമാണെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒരു ഉള്ളുകൊണ്ടൊരു സുഖമില്ലായ്മയ്ക്കാണ് നമ്മൾ നീരസം എന്ന് പറയാ. അപ്പൊ രസത്തിന്റെ വിപരീതമായി ഓർത്തിരിക്കേണ്ടത് നീരസം എന്ന പദമാണ്. ഇപ്പൊ നോക്കൂ, ഇവിടെ വിരസം പറഞ്ഞിട്ടുണ്ടല്ലോ. വിരസത്തിന്റെ വിപരീതം എന്താണ്? സരസമാണ്. സരസം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഇങ്ങനെ വണ്ടലടിച്ചിരിക്കില്ലേ? നമ്മൾ വണ്ടലടിക്കാൻ ഞങ്ങളെ നാട്ടുഭാഷ പറയും. എല്ലാവരും കൂടെ ഇങ്ങനെ വെടിവട്ടം പറഞ്ഞിരിക്കൂലേ? കുറെ പേര് കൂടെ കഥകളൊക്കെ പറഞ്ഞ് ആ കഥ ഈ കഥയൊക്കെ പറഞ്ഞിരിക്കുന്നതിന് സരസം എന്ന് പറയാം. നേരെ മറിച്ച് ഒറ്റയ്ക്ക് ഇങ്ങനെ വാർഡ് സിനിമ പോലെ ഒരാൾ ഇരുന്നാൽ അതിനെ നമ്മൾ വിരസം എന്ന് പറയും, അല്ലെ? ശരി. അടുത്തത് ക്ഷയം എന്ന വാക്കാണ്. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്, എല്ലാവർക്കും കാണാപ്പാടാണ്. അക്ഷയം വൃദ്ധി, നിക്ഷയം വൃത്തി. ഏതാ കറക്റ്റ്? ക്ഷയത്തിന്റെ വിപരീതം നമുക്ക് എല്ലാവർക്കും അറിയാം, വൃദ്ധിയാണ്. ഇല്ലാതാവുക എന്നാണ് ക്ഷയത്തിനർത്ഥം. വൃദ്ധി എന്ന് പറഞ്ഞാൽ പുരോഗതി പ്രാപിക്കുക എന്നുള്ള അർത്ഥത്തിൽ. അടുത്തത് നോക്കൂ, സാരം എന്ന പദം, അതിന്റെ വിപരീതം എന്താണ്? അസാരം, നിസാരം, അതിസാരം, ഗൗരവം. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ആക്സിഡന്റുകളോ എന്തെങ്കിലുമൊക്കെ പറ്റുമ്പോ പരിക്ക് നിസ്സാരമാണ് അല്ലെങ്കിൽ പരിക്ക് സാരമുള്ളതാണ് എന്ന് നമ്മൾ പറയും. അപ്പൊ സാരം എന്ന് പറഞ്ഞാല് ഇത്തിരി കഠിനമായതാണ്, ഇത്തിരി കാര്യമായത്, കഠിനമായത്, കൂടിയ നിലയിലുള്ളത് എന്നുള്ള അർത്ഥത്തിലാണ് സാരം എന്ന പദം നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ നിസ്സാരം എന്നാലോ ഒരു ചെറിയ തോതിൽ എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലെ? നിസ്സാരം എന്ന പദം നമ്മൾ ഉപയോഗിക്കുന്നത് ചെറിയ തോതിൽ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ സാരത്തിന്റെ വിപരീതമാണ് നിസ്സാരം. അടുത്തത് സഹിതം എന്ന പദത്തിന്റെ വിപരീതം എന്ത് എന്നതാണ് ചോദ്യം. സഹിതം, അഹിതം, ദുർഹിതം, രഹിതം, അപഹിതം. എന്താണ് സഹിതത്തിന്റെ വിപരീതം? സഹിതം എന്ന് പറഞ്ഞാല്
അതിനോട് കൂടെ ചേർന്ന് അല്ലെങ്കിൽ ഒപ്പം ചേർന്ന് എന്നുള്ള അർത്ഥത്തിലാണ് സഹിതം എന്ന വാക്ക്. അപ്പൊ അതില്ലാത്തതിനെ നമ്മൾ എന്താ പറയാ, രഹിതം എന്നാണ് അല്ലെ പറയാ. സഹിതം എന്നതിന്റെ വിപരീതം ഓപ്ഷൻ സി രഹിതമാണ്. സഹിതം എന്ന് പറഞ്ഞാൽ ഒപ്പമുള്ളത്, രഹിതം എന്ന് പറഞ്ഞാൽ ഒപ്പമില്ലാത്തത് എന്നുള്ള അർത്ഥം. അടുത്തത് പുരോഗതി എന്ന പദമാണ്. പുരോഗതിയുടെ വിപരീതം അധമഗതി, അധോഗതി, പശ്ചിമഗതി, പശ്ചാത്ഗതി. പുരോഗതിയുടെ വിപരീതമായിട്ട് പശ്ചാത്ഗതിയാണ് പഠിച്ചു വെക്കേണ്ടത്. ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ഇതിന് കൊടുക്കണം. അതില്ലെങ്കിൽ നോക്കൂ, ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇനി പശ്ചാത്ഗതി ഇല്ലെങ്കിൽ മാത്രം നമുക്ക് അധോഗതി എഴുതാം. ഇനി ഇത് രണ്ടും തന്നിട്ട് ഓപ്ഷനിൽ 1, 2, 2, 3 ഇവയെല്ലാം എന്നൊക്കെ പറഞ്ഞ് തരുന്ന രീതിയിലാണെങ്കിൽ അധോഗതിയും പശ്ചാത്ഗതിയും കറക്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം. ക്ലിയർ ആയോ പറഞ്ഞത്? പുരോഗതി എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് പശ്ചാത്ഗതിയാണ്. പശ്ചാത്ഗതി ഇല്ലെങ്കിൽ അധോഗതി എഴുതാം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ രണ്ടും കൂടെ ഉൾപ്പെട്ടിട്ടുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അത് സെലക്ട് ചെയ്യുന്നതായിരിക്കും ഉത്തമം. അടുത്തത് സ്വാതന്ത്ര്യം എന്ന പദമാണ്. സ്വാതന്ത്ര്യത്തിന്റെ വിപരീതം എന്താണ്? പാരതന്ത്രം, അസ്വാതന്ത്ര്യം, പാരതന്ത്ര്യം, നിസ്വാതന്ത്ര്യം. നോക്കൂ, ചാടിക്കേറി നമ്മൾ ഓപ്ഷൻ എയിൽ വീഴരുത്. അവിടെ പദശുദ്ധി, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. സ്വാതന്ത്ര്യം എന്നാൽ അതിന്റെ വിപരീതം പാരതന്ത്ര്യമാണ്. ഓപ്ഷൻ സി ആണ്. നമ്മൾ ആ പരീക്ഷാ ഹാളിലെ വെപ്രാളത്തിൽ ചിലപ്പോൾ എ പോയി ഫുള്ള് കറപ്പിക്കും, അതിന് ശേഷമായിരിക്കും ഇത് കാണുക. അതുകൊണ്ട് മനസ്സിരുത്തി ഒന്ന് വായിച്ചതിനും ശേഷം മാത്രം ബബിൾ ചെയ്യാൻ നിൽക്കുക കേട്ടോ. സ്വാതന്ത്ര്യം എന്നതിന്റെ വിപരീതം പാരതന്ത്ര്യം ആണ്. ഓപ്ഷൻ സി. അടുത്ത് നോക്കൂ, ധീരൻ എന്ന പദത്തിന്റെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്. ധീരൻ ധൈര്യശാലി എന്നുള്ള അർത്ഥമാണ്. അധീരൻ, ഭീരു, അശക്തൻ, ദുർബലൻ. പറഞ്ഞോളൂ, ധീരന്റെ വിപരീതം എന്താണ്? ധീരൻ ഭീരുവാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് ദൃഢം എന്ന പദമാണ്. ദൃഢത്തിന് കെട്ടുണ്ട്, ടൈപ്പ് ചെയ്യുമ്പോൾ വരാത്തതാണ്. ദൃഢം എന്ന വാക്കിന് കെട്ടുണ്ട് എന്നോർത്തിരിക്കണം. PSC പദശുദ്ധിയിൽ ചോദിച്ചതുമാണ് ഈ വർഷം. അപ്പൊ ദൃഢം ഉറപ്പുള്ളത് എന്നാണ് അർത്ഥം. അതിന്റെ വിപരീതം എന്താണ്? അദൃഢം, മൃദുലം, ശിഥിലം, മാർദ്ദവം. ദൃഢത്തിന് മൃദുലത്തിലൊന്നും പോയി ചെയ്യരുത്. ദൃഢം എന്നതിന്റെ വിപരീതം എപ്പോഴും ശിഥിലം എന്ന വാക്കായിരിക്കും. ശിഥിലം. നോക്കൂ, പശ്ചിമം എന്ന വാക്കിന്റെ വിപരീതം എന്താണ്? ദക്ഷിണം, പൂർവം, ഉത്തരം, ധ്രുവം. എല്ലാവർക്കും അറിയാം അല്ലെ. പശ്ചിമഘട്ടം, അതിന്റെ വിപരീതം പൂർവഘട്ടം. കേരളത്തിന്റെ 2 വശങ്ങളിലായിട്ട് മലനിരകൾ കടന്നു പോകുന്നുണ്ട്. പശ്ചിമഘട്ടവും ഉണ്ട്, പൂർവഘട്ടവും ഉണ്ട്, നമുക്കറിയാവുന്നതാണ്. പശ്ചിമത്തിന്റെ വിപരീതമാണ് പൂർവം എന്നത്. അടുത്തത് കാളം. കാളം എന്ന പദമാണ്. കാളം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കറുപ്പ് എന്നാണ്. അപ്പോ വെളുപ്പ് എന്നർത്ഥം വരുന്ന ഒരു പദം നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യണം. നോക്കിക്കോളൂ, പീതം എന്താണ്? പീതം, പീതം എന്നാൽ മഞ്ഞ. പീതാംബരൻ, പീതാംബരം എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറത്തിലുള്ള ആകാശം. പീതാംബരൻ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ എന്നുള്ള അർത്ഥമാണ്. പാടലം എന്താണ്? ഇളം ചെമപ്പാണ്. SCERT വാക്കാണ്, പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കുക. പാടലം എന്നാൽ ഇളം ചെമപ്പ്. ധവളം എന്താണ്? ധവളം അത് വെളുപ്പാണ്. ധവളം എന്നാൽ വെളുപ്പാണ്. അരുണം എന്താണ്? അരുണം ചെമപ്പാണ് അല്ലെ. അരുണ സൂര്യൻ എന്നൊക്കെ പറയില്ലേ, ചെമന്ന സൂര്യൻ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോ ഇവിടെ കാളത്തിന്റെ വിപരീതമായി വരുന്നത് ഓപ്ഷൻ സി ധവളം എന്ന പദമാണ്. അടുത്ത നോക്കൂ, കഠിനം എന്നതിന്റെ വിപരീതങ്ങളായി വരാൻ സാധ്യതയുള്ളത് ഏതെല്ലാം എന്നതാണ് ചോദ്യം. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. കഠിനം എന്നാൽ ഉറപ്പുള്ളതാണ്. അപ്പൊ നോക്കൂ, ആദ്യത്തേത് ലളിതം. പരീക്ഷ കഠിനമായിരുന്നു, പരീക്ഷ ലളിതമായിരുന്നു. അപ്പൊ ഇത് നമുക്ക് കൂട്ടത്തിൽ പെടുത്താം. പിന്നെ കഠിനം ഉറപ്പുള്ളത്, അതിന്റെ വിപരീതമായി മൃദു എന്ന പദം നമുക്ക് ഉപയോഗിക്കാം. കർക്കശം ഉപയോഗിക്കാൻ നമുക്ക് പറ്റില്ല. ദൃഢം ഉപയോഗിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ ഏതാണ് വരുന്നത്? 1ഉം 2ഉം ശരിയാണ്. അങ്ങനെ ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നോക്കുമ്പോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയ ആൻസർ. ക്ലിയർ ആയല്ലോ? അടുത്ത
അടുത്തത് ഉത്കൃഷ്ടം എന്ന വാക്കാണ്. അതിന്റെ വിപരീതം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നികൃഷ്ടം, അപകൃഷ്ടം, ദുഷ്കൃഷ്ടം, നിഷ്കൃഷ്ടം. ഏതാ കറക്റ്റ്? ഉത്കൃഷ്ടത്തിന്റെ വിപരീതം അത് അപകൃഷ്ടമാണ്. ഉത്കൃഷ്ടം എന്ന പദത്തിന്റെ അർത്ഥമായി നമുക്ക് ഉപയോഗിക്കാവുന്നത് അപകൃഷ്ടവും അത് കൂടാതെ നികൃഷ്ടം എന്ന പദം കൂടെ നമുക്ക് ഉപയോഗിക്കാം. നികൃഷ്ടവും അപകൃഷ്ടവും ഉത്കൃഷ്ടത്തിന്റെ വിപരീതങ്ങളാണ്. അപ്പൊ ഏതൊക്കെ വരും? നമുക്ക് ഓപ്ഷൻ ഏതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും? 1, 2 കറക്റ്റ് ആണ്. അടുത്തത് ത്യാജ്യമാണ്. ത്യജിക്കുക ഒക്കെ എന്നുള്ള അർത്ഥത്തിലാണ്. ത്യാജ്യം എന്നതിന്റെ വിപരീതം അത്യാജ്യം, ഗ്രാഹ്യം, വിത്യാജ്യം, ഗ്രഹ്യം. ഏതാ കറക്റ്റ്? ത്യാജ്യം എന്നതിന്റെ വിപരീതം ഗ്രാഹ്യമാണ്. ഓപ്ഷൻ ബി ആണ്. അടുത്തത് വൈമുഖ്യമാണ്. വൈമുഖ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? താല്പര്യമില്ലായ്മയാണ് അല്ലെ? ചില കുട്ടികൾക്ക് ചില വിഷയങ്ങളോട് ഒരു താല്പര്യമില്ലായ്മ ഉണ്ടാവും. അതിനെ നമ്മൾ പറയുന്നതാണ് വൈമുഖ്യം. എന്നാൽ മറ്റു ചില വിഷയങ്ങളോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതിനെ നമ്മൾ എന്തെന്നാ പറയാ? അലസം, ആഭിമുഖ്യം, പ്രസാദം, ആർജവം. ഏതാ പറയാ? ആഭിമുഖ്യം എന്നാണ് അല്ലെ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയ ആൻസർ. വൈമുഖ്യം എന്നതിന്റെ വിപരീതം ആഭിമുഖ്യമാണ്. കറക്റ്റ് ആണ്. അടുത്തത് നമുക്ക് നോക്കാം. പുഞ്ച എന്നതിന്റെ വിപരീതം പഞ്ച, നഞ്ച, തുഞ്ച, മഞ്ച. പറഞ്ഞോളൂ. പുഞ്ചകൃഷി, പുഞ്ചപ്പാടം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. പുഞ്ച എന്നതിന്റെ വിപരീതം നഞ്ചയാണ് മക്കളെ. പുഞ്ച എന്നതിന്റെ വിപരീതം ഓപ്ഷൻ ബി നഞ്ച എന്ന പദമാണ്. അടുത്ത് നോക്കൂ. ജാഗ്രത. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗ്രതയാണെങ്കിൽ മൂടിപ്പുതച്ചുറങ്ങുന്ന അവസ്ഥയാണ് സുഷുപ്തി. അതുകൊണ്ട് ജാഗ്രതയുടെ വിപരീതമാണ് ഓപ്ഷൻ എ സുഷുപ്തി. അടുത്തത് പ്രശാന്തമാണ് അല്ലെ? പ്രശാന്തമായ കടൽ എന്ന് പറയും. കുറച്ചു കഴിയുമ്പോ തിരമാലകളും കാറ്റും ഒക്കെ വന്നിട്ട് കടൽ എന്താവും? പ്രക്ഷുബ്ധമാവും എന്നാ പറയുന്നേ. പ്രക്ഷുബ്ധം. പ്രശാന്തം എന്ന വാക്കിന്റെ വിപരീതം ഓപ്ഷൻ സി പ്രക്ഷുബ്ധമാണ്. പ്രക്ഷുബ്ധം. അടുത്തത് ഹ്രസ്വമാണ്. ഷോർട്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഹ്രസ്വം എന്ന പദം നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന്റെ വിപരീതം ദീർഘം, ബഹുലം, ഗർഹം, വികാസം. പറഞ്ഞോളൂ. ഹ്രസ്വത്തിന്റെ വിപരീതം ദീർഘമാണ് അല്ലെ? ഹ്രസ്വം എന്നതിന്റെ വിപരീതം ഓപ്ഷൻ എ ദീർഘം എന്ന പദമാണ്. അടുത്തത് നോക്കൂ. പൂർവം. നേരത്തെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. വീണ്ടും റിപ്പീറ്റഡ് ആയി വന്നിരിക്കുന്നതാണ്. ദക്ഷിണം, ഉത്തരം, പശ്ചിമം, മധ്യം. ഏതാ മക്കളെ കറക്റ്റ്? പൂർവത്തിന്റെ വിപരീതം അത് ഓപ്ഷൻ സി പശ്ചിമം എന്നാണ്. കറക്റ്റ് ആണ്. അടുത്ത നോക്കിയേ. ഉൽപ്പതിഷ്ണു. ഉൽപ്പതിഷ്ണു എന്ന് പറഞ്ഞാൽ എന്താണ്? കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവൻ. നോക്കൂ. കാലം മാറുമ്പോ കോലം മാറണം എന്ന് പറയൂ അല്ലെ? കാലത്തിനനുസരിച്ച് പണ്ട് നമ്മുടെ നാട്ടിലെ ഈ ഗ്യാസ് ഒക്കെ വന്ന അവസരത്തില് ചില അമ്മൂമ്മമാരൊക്കെ പറഞ്ഞിരുന്നു, അയ്യോ ഗ്യാസുമ്മ വെച്ച് ചായ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു രസമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലെ? പിന്നെ പോകെ പോകെ എന്തായി? കാലത്തിനനുസരിച്ച് എല്ലാവരും മാറി. ഇപ്പൊ ആരും അങ്ങനെ അടുപ്പത്തൊന്നും ചായ തിളപ്പിക്കില്ല, പുകമണ അടിക്കണെന്ന് പറഞ്ഞിട്ട് ഗ്യാസുമ്മ തന്നെ ഉണ്ടാക്കി കുടിക്കുള്ളൂ, ഈ പറയുന്ന അമ്മൂമ്മമാരടക്കം. അപ്പൊ കാലത്തിനനുസരിച്ച് മാറ്റം വേണം എന്നാഗ്രഹിക്കുന്നവരാണ് ഉൽപ്പതിഷ്ണു. അപ്പൊ കാലത്തിനനുസരിച്ച് മാറ്റമൊന്നും വേണ്ട, ഇതേപോലെ തന്നെ അങ്ങോട്ട് പോയാ മതിന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അവരെ നമ്മൾ എന്തു പറയും എന്നതാണ് ചോദ്യം. ഉദാരനാണോ? അല്ല. ഉദാരൻ എന്ന് പറഞ്ഞാൽ ദാനശീലനാണ്, അതല്ല. അപരാധി എന്ന് പറഞ്ഞാൽ എന്താണ്? കുറ്റക്കാരനാണ്, അതല്ല. ഊർജസ്വലൻ എന്ന് പറഞ്ഞാൽ നല്ല ഉഷാറുള്ളവൻ എന്നതാണ്, അതുമല്ല. അപ്പൊ ഏതായിരിക്കും ഉത്തരം? ഇതൊന്നുമല്ല എന്നാണ്. പക്ഷെ ഇതിന്റെ വിപരീതം നമുക്ക് പഠിക്കണ്ടേ? വിപരീതം ഇതാണ്, യാഥാസ്ഥിതികനാണ്. യാഥാസ്ഥിതികൻ. ഉൽപ്പതിഷ്ണുവിന്റെ വിപരീതമായി നമ്മൾ പഠിക്കേണ്ടത് യാഥാസ്ഥിതികനാണ് കേട്ടോ. കാലത്തിനനുസരിച്ച് മാറ്റം വേണ്ട എന്ന് പറയുന്നവനാണ് യാഥാസ്ഥിതികൻ. അടുത്തത് നോക്കൂ. ആസ്തിക്യം എന്ന പദത്തിന്റെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്. അനാസ്തിക്യം, അവിശ്വാസം, നാസ്തിക്യം ഇവയൊന്നുമല്ല. ആസ്തികൻ എന്നാൽ എന്താണ്? ഈശ്വരവിശ്വാസം ഉള്ളവനെയാണ്. ഈശ്വരവിശ്വാസം ഉള്ളവനാണ് ആസ്തികൻ. ഈശ്വരവിശ്വാസം ഇല്ലാത്തവനാണ് നാസ്തികൻ. ഇതൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ ആസ്തിക്യത്തിന്റെ വിപരീതം എന്തായിരിക്കും? ഓപ്ഷൻ സി നാസ്തിക്യമാണ് അല്ലെ? ആസ്തിക്യം എന്നതിന്റെ വിപരീതം നാസ്തിക്യം എന്ന പദമാണ്. അടുത്തത് ശ്ലാഘ്യമാണ്. അഭിനന്ദിക്കപ്പെടേണ്ടത് എന്നുള്ള അർത്ഥത്തിൽ ശ്ലാഘ്യം എന്ന പദം നമ്മൾ ഉപയോഗിക്കുന്നു.
ഗാർഹ്യം, ഗർഹ്യം, ഗ്രാഹ്യം, ഗൃഹ്യം. ഇതിലേതാണ് കറക്റ്റ്? ശ്ലാഘ്യത്തിന്റെ വിപരീതം ഗർഹ്യമാണ്. ശ്ലാഘ്യം എന്ന പദത്തിന്റെ വിപരീതം ചില കുട്ടികൾക്ക് കിട്ടാണ്ട് പോവാറുണ്ട്, ശ്രദ്ധിക്കണേ. ശ്ലാഘ്യം എന്നതിന്റെ വിപരീതം ഗർഹ്യമാണ്. അടുത്തത് ചഞ്ചലം എന്ന പദമാണ്. ചഞ്ചലത്തിന്റെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്. സചഞ്ചലം, അചഞ്ചലം, സഞ്ചിതം, ചഞ്ചലത. ഏതാ കറക്റ്റ്? ചഞ്ചലം എന്ന് പറഞ്ഞാൽ ഇളകുന്നതാണ്. പിളകാതെ നിൽക്കുന്നതിനെ നമ്മൾ എന്തെന്നാ പറയാ? അചഞ്ചലം എന്ന് പറയും അല്ലെ? അചഞ്ചലം. ഇത് കൂടാതെ ചഞ്ചലത്തിന് നമുക്ക് നിശ്ചലം എന്ന പദം കൂടെ ഉപയോഗിക്കാം. ഓപ്ഷനിൽ ഇത് വരികയാണെങ്കിൽ, ഇപ്പൊ അചഞ്ചലം ഇല്ലാതെ നിശ്ചലം എന്ന പദം വരികയാണെങ്കിൽ അത് ബബിൾ ചെയ്യാവുന്നതാണ്. അടുത്തത് പ്രാചി, കിഴക്ക് പടിഞ്ഞാറ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് പ്രാചിയും അതിന്റെ വിപരീതവും. നോക്കൂ, മതീശ, പ്രതീജി, മരീചി, മുചരി. ഇതിലേതാണ് പ്രാചിയുടെ വിപരീതം? അത് പ്രതീജിയാണ് ട്ടോ. കിഴക്ക് പടിഞ്ഞാറ് എന്നുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് പ്രാചിയും പ്രതീജിയും. അതുപോലെ കിഴക്ക് എന്നതിന്റെ വിപരീതമായി മേക്ക് എന്ന പദം നമ്മൾ ഉപയോഗിക്കും. മേക്ക്, മേക്ക് എന്നാൽ പടിഞ്ഞാറ് എന്നാണ് അർത്ഥം. ഉന്മീലനം എന്ന ചോദ്യം വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു. നമുക്കറിയാം ഉന്മീലനത്തിന്റെ വിപരീതം അനുക്രമം, നിമീലനം, ലോചനം, ഉല്ലേഖം. ഏതാ കറക്റ്റ്? നമുക്കറിയാലോ ഉന്മീലനത്തിന്റെ വിപരീതം ഓപ്ഷൻ ബി നിമീലനം എന്ന പദമാണ്, കറക്റ്റ് ആണ്. അടുത്തത് 4 വാക്കുകൾ തന്നിട്ടുണ്ട്. നമ്മളോട് ക്രോസ് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ പദം നമുക്ക് നോക്കാം. ആർജവം. രണ്ടാമത്തേത് ആത്മീയം. ആദാനം, ആന്തരം. നമുക്ക് നോക്കാം. ആർജവം എന്നതിന്റെ വിപരീതം എന്താണ്? ആർജവത്തിന്റെ വിപരീതം കൗടില്യമാണ്. ആർജവം എന്ന പദത്തിന്റെ വിപരീതം കൗടില്യമാണ്. ആത്മീയം എന്ന വാക്കിന്റെ വിപരീതം എന്താണ്? അത് ഭൗതികമാണ്. നമ്മളൊരു മുൻ ചോദ്യം ചെയ്തതാണ് അല്ലെ? ആദാനത്തിന്റെ വിപരീതം എന്തായിരിക്കും? അത് പ്രധാനമാണ്. ആദാനം എന്നതിന്റെ വിപരീതം പ്രധാനമാണ്. ആന്തരത്തിന്റെ വിപരീതം, ആന്തരം എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ളത്, അപ്പൊ പുറത്തുള്ളതിനെ നമ്മൾ ബാഹ്യം എന്നാണ് പറയുന്നത്. ആന്തരത്തിന്റെ വിപരീതം ബാഹ്യമാണ്. കിട്ടിയില്ലോ? ആർജവം കൗടില്യം, ആത്മീയം ഭൗതികം, ആദാനം പ്രധാനം, ആന്തരം ബാഹ്യം. 4 ആൻസർ ആയി ട്ടോ. അടുത്തത് തിക്തം എന്ന വാക്കിന്റെ വിപരീതം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. തിക്തം എന്നാൽ കയ്പാണ്. തിക്തം എന്ന വാക്കിനർത്ഥം കയ്പ് എന്നാണ്. അപ്പൊ അതിന്റെ വിപരീതം പുളിപ്പ്, മധുരം, ചവർപ്പ്, കയ്പ്. ഏതാ കറക്റ്റ്? തിക്തത്തിന്റെ വിപരീതം എന്താണ്? അത് മധുരമാണ് അല്ലെ? തിക്തം എന്ന പദത്തിന്റെ വിപരീതമായിട്ട് ഓർത്തിരിക്കേണ്ടത് മധുരം എന്ന പദമാണ്. അടുത്തത് ദ്രുതമാണ്. ദ്രുതം എന്ന് പറഞ്ഞാൽ എന്താണ്? വേഗം, വേഗത്തിൽ എന്നുള്ള അർത്ഥത്തിലാണ് ദ്രുതം എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അതിന്റെ വിപരീതം അതിദ്രുതം, അദ്രുതം, മന്ദം, അമരം. ഏതാ കറക്റ്റ്? ദ്രുതത്തിന്റെ വിപരീതം എന്താണ്? ദ്രുതം എന്ന് പറഞ്ഞാൽ വേഗമാണ്. അപ്പൊ പതുക്കെ എന്നുള്ള അർത്ഥത്തിൽ ഓപ്ഷൻ സി മന്ദം എന്ന പദം നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ദ്രുതത്തിന്റെ വിപരീതം മന്ദമാണ്. അടുത്തത് ആമയമാണ്. ആമയത്തിന്റെ വിപരീതം അമേയം, അസ്വാസ്ഥ്യം, ദുഃഖം, നിരാമയമാണ്. രോഗമുള്ള അവസ്ഥ, രോഗമില്ലാത്ത അവസ്ഥ, അങ്ങനെ ആ രീതിയിൽ ഉപയോഗിക്കുന്ന പദങ്ങളാണ് ആമയവും അതിന്റെ വിപരീതമായ നിരാമയവും. ഓർത്തിരിക്കുക, ആമയം എന്ന പദത്തിന്റെ വിപരീതം നിരാമയം എന്ന പദമാണ്. അടുത്തത് വിയോഗമാണ് അല്ലെ? വേർപെട്ടു പോകുന്ന ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ വിയോഗം എന്ന് പറയുക. അപ്പൊ അതിന്റെ വിപരീതം എന്തായിരിക്കും? നിയോഗം, വിനിയോഗം, സംയോഗം, വിജയം. ഏതായിരിക്കും കറക്റ്റ്? വിയോഗം എന്നതിന്റെ വിപരീതം വിയോഗം എന്നാൽ വേർപെടലാണ്. കൂടിച്ചേരുക എന്നുള്ള അർത്ഥത്തിൽ ഓപ്ഷൻ സി സംയോഗം എന്ന പദമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വിയോഗത്തിന്റെ വിപരീതമാണ് സംയോഗം. അടുത്തത് പുരോഗതിയാണ്. നമ്മൾ നേരത്തെ ചെയ്ത ചോദ്യമാണ്. ഉദ്ഗതി, അധോഗതി, അധഗതി, അപുരോഗതി. ഇവിടെ നോക്കൂ, നേരത്തെ നമ്മൾ പശ്ചാത്ഗതിയാണ് പഠിച്ചിരുന്നത്. ഇവിടെ പുരോഗതിയുടെ വിപരീതമായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാവുന്ന ഒരു പദം അധോഗതിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓപ്ഷനിൽ ഏതാണോ വരുന്നത് അതിനനുസരിച്ച് വേണം ഇതിന് ഉത്തരം എഴുതാനായിട്ട്.
അടുത്തത് അധികം എന്നതിന്റെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്. വ്യയം, ഛേദം, ന്യൂനം, അമരം. എന്താ പറയാ? പറഞ്ഞോളൂ. അധികം എന്ന് പറഞ്ഞാൽ ഒരുപാടുള്ള അവസ്ഥയാണ്. അപ്പൊ കുറവുള്ള അവസ്ഥയ്ക്ക് നമ്മൾ എന്തെന്നാ പറയാ? ന്യൂനം എന്നാണ് അല്ലെ പറയാ. അധികം എന്നതിന്റെ വിപരീതം ന്യൂനമാണ്, ന്യൂനം. ഇനി പാഠപുസ്തകങ്ങളിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് നമുക്കൊന്ന് നോക്കാം. ഉൽപ്പതിഷ്ണു നമ്മൾ പഠിച്ചതാണ്. കാലത്തിനനുസരിച്ച് മാറ്റം വേണ്ടവനാണ് ഉൽപ്പതിഷ്ണു. വേണ്ടാത്തവനെ നമ്മൾ എന്താ പറയുന്നേ? അത് യാഥാസ്ഥിതികനാണ്. കറക്റ്റ് ആണ്. അടുത്തത് വ്യംഗ്യമാണ്. വ്യംഗ്യത്തിന്റെ വിപരീതം വാച്യം എന്ന പദമാണ്. വ്യംഗ്യാർത്ഥം, വാച്യാർത്ഥം എന്നൊക്കെ നമ്മൾ പറയും. വ്യംഗ്യം എന്നതിന്റെ വിപരീതം വാച്യം എന്ന പദമാണ്. അടുത്തത് മിഥ്യയാണ്. മിഥ്യാധാരണ എന്ന് പറഞ്ഞാൽ തെറ്റായത് എന്നുള്ള അർത്ഥത്തിലാണ് മിഥ്യ. അപ്പൊ ശരിയായത് എന്നുള്ള അർത്ഥത്തിൽ തഥ്യ എന്ന പദം നമ്മൾ ഉപയോഗിക്കും. അപ്പൊ ഉൽപ്പതിഷ്ണു യാഥാസ്ഥിതികനാണ്. വ്യംഗ്യം വാച്യമാണ്. മിഥ്യയാണെങ്കിൽ അത് തഥ്യയാണ്. അടുത്തത് നോക്കാം. തവ എന്ന വാക്കിന്റെ വിപരീതം എന്ത് എന്നതാണ് ചോദ്യം. തവ എന്ന വാക്കിന്റെ അർത്ഥം നിന്റെ എന്നാണ്. നിന്റെ. അപ്പൊ പകരം എന്റെ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പദം മമ എന്നാണ്. അപ്പൊ തവ എന്ന വാക്കിന്റെ വിപരീതമാണ് മമ. അടുത്തത് കൃശം എന്ന പദമാണ്. കൃശത്തിന്റെ അർത്ഥം എന്താണ്? മെലിഞ്ഞത് എന്നുള്ള അർത്ഥത്തിലാണ് കൃശം എന്ന പദം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന് പകരം തടിച്ചത് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് മേതുരം എന്ന പദം. മേതുരം. അപ്പൊ നോക്കൂ, കൃശം എന്നതിന്റെ വിപരീതം മേതുരം എന്ന പദമാണ്. അടുത്തത് രാഗമാണ്. രാഗം എന്നാൽ ഇഷ്ടം എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. അതിന്റെ വിപരീതമായി നമുക്ക് ഉപയോഗിക്കാവുന്നത് ദ്വേഷം എന്ന പദമാണ്. ദേഷ്യമല്ല, ദ്വേഷം. അപ്പൊ 3 വാക്കുകൾ നമ്മൾ പഠിച്ചു. തവ എന്നതിന്റെ വിപരീതം മമ എന്നാണ്. കൃശം എന്നതിന്റെ വിപരീതം മേതുരമാണ്. രാഗം എന്നതിന്റെ വിപരീതം ദ്വേഷം എന്ന പദമാണ്. നോക്കൂ, അടുത്ത് നോക്കാം. തവ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കറിയാം തവയും മമയുമാണ്. ഗോചരം. ഗോചരം എന്നതിന്റെ വിപരീതം അഗോചരമാണ്. അഗോചരം. അടുത്തത് രവമാണ്. രവം എന്ന പദത്തിന്റെ അർത്ഥം ശബ്ദം എന്നാണ്. അപ്പൊ ശബ്ദം ഇല്ലാത്ത അവസ്ഥയ്ക്ക് നമ്മൾ എന്താ പറയുന്നേ? അത് നീരവമാണ് കേട്ടോ. അപ്പൊ രവം എന്നതിന്റെ വിപരീതം നീരവം എന്ന പദമാണ്. തവ മമയാണ്. ഗോചരം അഗോചരമാണ്. രവം എന്ന പദത്തിന്റെ അർത്ഥം നീരവം എന്നാണ്. അടുത്തത് നോക്കൂ, അണിയം എന്ന പദം നമുക്കറിയാലോ, വഞ്ചിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പറയുന്നതാണ് അല്ലെ. അമരക്കാരൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അമരക്കാരൻ എവിടെയാ നിൽക്കുന്നേ? പുറകിലാണ് അമരക്കാരൻ നിൽക്കുന്നേ. ഇത് അണിയമാണ്. വഞ്ചിയുടെ മുൻഭാഗത്തല്ലേ നമ്മള് ഇങ്ങനെ മാലകളൊക്കെ ഇട്ട് അലങ്കരിക്കുക, അണിയിച്ചൊരുക്കുന്നത് വഞ്ചിയുടെ മുൻഭാഗമാണ്. അതുകൊണ്ട് അണിയം മുൻഭാഗമാണ് എന്നാലോചിക്കുക. അപ്പൊ അമരം എന്തായിരിക്കും? അമരം വഞ്ചിയുടെ പിൻഭാഗമാണ് എന്നാലോചിക്കുക. ഈ പടം ആലോചിച്ചാൽ മതി. നല്ല ഭംഗിയിൽ ഞാൻ വഞ്ചിയെ വരച്ചിട്ടുണ്ട്. അടുത്തത് വിരഹമാണ് അല്ലെ. വിരഹത്തിന്റെ വിപരീതം എന്താണ്? വിരഹം എന്ന് പറഞ്ഞാൽ വേർപെട്ടു പോവലാണ്. സംയോഗമാണ്. വിരഹത്തിന്റെ വിപരീതം സംയോഗമാണ്. അടുത്തത് ജാഗ്രതയാണ്. ഒരുപാട് തവണ ചോദിച്ചു. ജാഗ്രതയുടെ വിപരീതം സുഷുപ്തിയാണ്. ജാഗ്രത എന്ന പദത്തിന്റെ വിപരീതം സുഷുപ്തിയാണ്. ഓർത്തിരിക്കണേ. അടുത്തത് സഹജമാണ്. ചിലർക്ക് സഹജമായ വാസനകളാണ്. എഴുതാനും വായിക്കാനും കഥകളും കവിതകളും എഴുതാനൊക്കെ ഉള്ള ഒരു കഴിവ് സഹജമാണെന്ന് പറയും. മറ്റ് ചില കഴിവുകൾ അവർ ആർജിച്ചെടുക്കുന്നതാണ്, നേടിയെടുക്കുന്നതാണ്. അപ്പൊ സഹജം ജന്മനാൽ ഉള്ളതാണ്. ആർജിതം എന്നാൽ നേടിയെടുക്കുന്നതാണ്. അടുത്തത് ഐച്ഛികമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, വോളണ്ടറി, നോൺ വോളണ്ടറി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഐച്ഛികം എന്നതിന്റെ വിപരീതമാണ് അനൈച്ഛികം. ഐച്ഛികം വിപരീതം അനൈച്ഛികം. അടുത്തത് ഭംഗുരം എന്ന പദമാണ്. ഭംഗുരം നശിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അത് അഭംഗുരമാണ്. നശിക്കാത്തത് എന്നുള്ള അർത്ഥത്തിൽ അഭംഗുരം. ഭംഗുരം എന്ന് പറഞ്ഞാൽ നാശം, നശിക്കുക എന്നാണ്. അതിന്റെ വിപരീതം അഭംഗുരമാണ്. അപ്പൊ സഹജം ആർജിതം, ഐച്ഛികം അനൈച്ഛികം, ഭംഗുരം അഭംഗുരം.
അടുത്തത് അദ്വൈതമാണ് അല്ലെ. ശ്രീനാരായണ ഗുരു തന്റെ സന്ദേശങ്ങളിലൊക്കെ അദ്വൈതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നായിരിക്കുന്ന അവസ്ഥയ്ക്കാണ്. ഒന്നായിരിക്കുന്ന അവസ്ഥയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് അദ്വൈതം. അപ്പൊ രണ്ടായിരിക്കുന്ന അവസ്ഥയ്ക്ക് നമ്മൾ എന്തായിരിക്കും പറയാ? അത് ദ്വൈതമാണ്. ദ്വൈതം എന്നാൽ രണ്ടായിരിക്കുന്ന അവസ്ഥ, അദ്വൈതം എന്നാൽ ഒന്നായിരിക്കുന്ന അവസ്ഥ. അടുത്തത് സാന്ദ്രമാണ്. സാന്ദ്രത്തിന്റെ വിപരീതമായി പഠിക്കേണ്ടത് ദ്രവം. ദ്രവ്യമല്ല, ദ്രവം എന്ന പദമാണ്. സാന്ദ്രത്തിന്റെ വിപരീതം ദ്രവം. അടുത്തത് കൈതവമാണ്. കള്ളം എന്നുള്ള അർത്ഥത്തിലാണ് കൈതവം എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒക്കെ CRT പദങ്ങളാണ്. അതിന്റെ വിപരീതം അകൈതവമാണ്. അകൈതവം. അപ്പോ അദ്വൈതം ദ്വൈതമാണ്, സാന്ദ്രം ദ്രവമാണ്, കൈതവമാണെങ്കിൽ അത് അകൈതവമാണ്. അടുത്തത് അക്ഷയമാണ്. നശിക്കാത്തത് എന്നുള്ള അർത്ഥത്തിലാണ്. അതിന്റെ വിപരീതം നശിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ ക്ഷയം എന്ന പദം നമുക്ക് ഉപയോഗിക്കാം. ഉദാരന്റെ വിപരീതം നമ്മൾ പഠിച്ചതാണ്. ഉദാരൻ എന്നാൽ വാരിക്കോരി കൊടുക്കുന്നവനാണ്. അപ്പൊ പിശുക്കനെ നമ്മൾ എന്തെന്നാ പഠിച്ചേ? കൃപണൻ എന്നാ പഠിച്ചേ. കൃപണൻ നിങ്ങളുടെ നാട്ടിലെ ഏതെങ്കിലും ഒരാളായിട്ട് കൃപണനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അടുത്തത് കൃതജ്ഞതയാണ്. നന്ദി ഇല്ലാത്ത അവസ്ഥയ്ക്ക് ചില ആളുകൾ അങ്ങനെയാണ് അല്ലെ. നമ്മൾ എന്ത് ചെയ്തു കൊടുത്താലും നന്ദി ഇല്ലാത്ത അവസ്ഥയാണ്. നന്ദി ഇല്ലാത്ത അവസ്ഥയ്ക്കാണ് കൃതജ്ഞത. അപ്പൊ നന്ദി ഉള്ള അവസ്ഥയ്ക്ക് നമ്മൾ പറയുന്ന പേര് കൃതജ്ഞത എന്നാണ്. കൃതജ്ഞത നന്ദിയുള്ള അവസ്ഥ. അതിന്റെ വിപരീതം കൃതജ്ഞത. ഉദാരൻ വിപരീതം കൃപണൻ. അക്ഷയം വിപരീതം ക്ഷയം. അടുത്തത് സുകൃതം എന്ന പദമാണ്. പുണ്യം എന്നുള്ള അർത്ഥത്തിലാണ് സുകൃതം എന്ന പദം നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന്റെ വിപരീതമാണ് ദുഷ്കൃതം എന്നത്. സുകൃതം എന്നതിന്റെ വിപരീതം ദുഷ്കൃതമാണ്. പരോക്ഷത്തിന്റെ വിപരീതം എന്താണ്? പരോക്ഷത്തിന്റെ വിപരീതം പ്രത്യക്ഷമാണ്. പ്രത്യക്ഷം എന്നതിന്റെ വിപരീതമാണ് പരോക്ഷം. ചേതനം ജീവൻ ഉള്ളത് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ചേതനം എന്ന പദം ഉപയോഗിക്കുന്നത്. അപ്പോ ഒരു വസ്തുവിന് ജീവൻ ഇല്ലാതായാൽ നമ്മൾ എന്തു പറയും? ജഡം എന്ന് പറയും. ജഡത്തിന് പ്രത്യേകിച്ച് കെട്ടിന്റെ ആവശ്യമില്ല. കാരണം എന്താണ്? മരിച്ചു കഴിഞ്ഞാൽ ആരും എനിക്ക് ഓടിപ്പോവില്ല. അതുകൊണ്ട് നമ്മൾ കെട്ടിയിടണ്ട. കെട്ടില്ലാത്ത ഡായാണ് എന്നോർത്ത് വെക്കുക. സുകൃതം ദുഷ്കൃതം, പരോക്ഷം പ്രത്യക്ഷം, ചേതനം ജഡം. അടുത്തത് മൃതിയാണ്. മൃതി എന്നാൽ മരണമാണ് അല്ലെ. മൃതി എന്നാൽ മരണമാണ്. അപ്പൊ അതിന്റെ വിപരീതം എന്തായിരിക്കും? ജനി എന്ന പദമാണ്. മൃതിയുടെ വിപരീതം ജനിയാണ്. അടുത്തത് ഖേദം. ഖേദിക്കുക എന്ന് പറഞ്ഞാൽ ദുഃഖിക്കുക എന്നാണ്. അപ്പൊ അതിനു പകരം സന്തോഷിക്കുക എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്നത് മോദം എന്ന പദമാണ്. അടുത്തത് ശിഥിലമാണ്. ഇതിന്റെ വിപരീതം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ദൃഢം. ഡാക്കി കെട്ടുണ്ടോ? ദൃഢത്തിന്റെ ഡാക്കി കെട്ടുണ്ടോ? കെട്ടുണ്ട്. ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ ദൃഢം എന്ന് പറയുന്നേ. അപ്പൊ മൃതിയുടെ വിപരീതം ജനിയാണ്. ഖേദമാണെങ്കിൽ അത് മോദമാണ്. ശിഥിലമാണെങ്കിൽ അതിന്റെ വിപരീതം ദൃഢം എന്ന പദമാണ്. അടുത്ത നോക്കൂ, താവകം. നമ്മൾ നേരത്തെ ഒരു വാക്ക് പഠിച്ചിരുന്നു. തവ എന്നതിന്റെ വിപരീതം മമ എന്നാണ്. താവകം എന്നതിന്റെ വിപരീതം അപ്പൊ എന്തായിരിക്കും? അത് മാമകമാണ് കേട്ടോ. താവകം എന്നതിന്റെ വിപരീതം മാമകം. അടുത്തത് സച്ചരിതർ. നല്ല നടപ്പുള്ളവരെയാണ് സച്ചരിതർ എന്ന് പറയാ. അപ്പൊ അതിന്റെ വിപരീതം ദുർച്ചരിതരാണ് കേട്ടോ. സച്ചരിതർ എന്നതിന്റെ വിപരീതം ദുർച്ചരിതരാണ്. സനാഥ. നാഥനുള്ളവൾ എന്നുള്ള അർത്ഥത്തിലാണ് സനാഥ. അതിന്റെ വിപരീതമാണ് അനാഥ എന്ന പദം. ആരുമില്ലാത്ത അവസ്ഥയ്ക്ക് അനാഥ എന്ന് പറയും. അപ്പൊ താവകമാണെങ്കിൽ മാമകമാണ്. സച്ചരിതർ ദുർച്ചരിതരാണ്. സനാഥയുടെ വിപരീതം അനാഥയാണ്. അപ്പൊ ഇത്രയും പദങ്ങളാണ് നമ്മൾ മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ SCRT ചോദിക്കാൻ സാധ്യതയുള്ളതായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഓരോ ടോപ്പിക്കിലെയും മുൻവർഷ ചോദ്യങ്ങൾ ഇതുപോലെ കൊണ്ടുവരാം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടുമല്ലോ. അപ്പൊ ശരി, നമുക്ക് വീണ്ടും ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഡിയേഴ്സ്. ബൈ.